ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്യൂൺസ് ഓഫ് ലൈഫ്. ട്യൂൺസ് ഓഫ് ലൈഫിലേക്ക് എല്ലാവർക്കും എല്ലാ ഫ്രണ്ട്സിനും സ്നേഹസ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് ഒരു ചെറിയ കാര്യമാണ്. ചെറുതാണെങ്കിലും എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയ ഒരു കാര്യമാണ്. അതാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. ഒരിക്കൽ ഞങ്ങൾ യാത്ര മലപ്പുറത്തിന് പോയിരുന്നു. മലപ്പുറത്ത് നിന്ന് നാടുകാണി ചുരം ഉണ്ടല്ലോ, അതുവഴി ഊട്ടിയിലേക്ക് പോവുകയാണ്. അപ്പം എൻ്റെ മോനും ഞാനും എൻ്റെ മോളും പിന്നെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളും അവളുടെ 2 പെൺകുഞ്ഞുങ്ങളുമാണ് ഉണ്ടായിരുന്നത് ആ യാത്രയിൽ. അപ്പോൾ ഞങ്ങൾ പ്രതീക്ഷിച്ചത് നാടുകാണി ചുരം വഴി പെട്ടെന്ന് നമുക്ക് ഹെയർ പിൻസൊക്കെ കയറി മുകളിലേക്ക് എത്താമെന്നായിരുന്നു. അപ്പോൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. യാത്രയുടെ രസത്തിൽ നമ്മൾ മലപ്പുറത്ത് നിന്ന് നേരെ പിന്നെ നാടുകാണി ചുരം വഴി കയറുകയാണ്. അപ്പോൾ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ ഞങ്ങൾ നോക്കി, സന്ധ്യ കഴിഞ്ഞു. സന്ധ്യ എന്ന് പറയുമ്പോൾ ഒരു 8 o'clock പോലെ ആയി. അതിന് മുമ്പ് എത്തേണ്ടതാണ്. പക്ഷേ നമുക്ക് ആ ഹെയർ പിൻസൊക്കെ കയറാനുള്ള പരിചയക്കുറവും അതുപോലെ നമ്മുടെ വണ്ടിയും നല്ല പാക്ഡായിരുന്നു. അപ്പോൾ ഇതെല്ലാ കാരണങ്ങൾ കൊണ്ട് നമുക്ക് സ്പീഡെടുത്ത് പോകാനൊന്നും കഴിയുകയില്ലല്ലോ ഹെയർ പിൻസിലൊക്കെ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കവേ ഒരു പോയിൻ്റ് എത്തിയപ്പോൾ നമ്മൾ തിരിഞ്ഞു നോക്കിയപ്പം ഈ പൈൻ ട്രീസൊക്കെ ഉള്ള ആ ഒരു ഭാഗമൊക്കെ വരുമല്ലോ. അപ്പോൾ അവിടെയൊക്കെ വെറും ഞങ്ങളുടെ വണ്ടി മാത്രം, വേറെ ഒരു വണ്ടി മുന്നിലോ പുറകിലോ ഒന്നും തന്നെ വേറെ ഒരു വണ്ടിയില്ല. അതുവരെ ഞങ്ങൾക്ക് ഫ്രണ്ടിലും കുറച്ച് വണ്ടികൾ പോകുന്നുണ്ടായിരുന്നു, ബാക്കിലും. ഒരു പോയിൻ്റ് എത്തി ഞാൻ തിരിഞ്ഞ് നോക്കിയപ്പോൾ ബാക്കിൽ ആരുമില്ല, ഫ്രണ്ടിലും ആരുമില്ല. അപ്പോൾ ഞാൻ ആരടുത്തും പറയാതെയാണെങ്കിലും എൻ്റെ മനസ്സിലൊരു വല്ലാത്ത ഭയം. കാരണം അവിടെ വെച്ച് വണ്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാലോ എന്ത് ചെയ്യാൻ കഴിയും? കാരണം അവിടെ നമുക്ക് റേഞ്ച് കിട്ടുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ഒരു ഏരിയ. പക്ഷേ അവിടെ ഒരു കുഴപ്പമില്ല, ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിരിക്കാം, അവിടെ യാതൊന്നും പേടിക്കേണ്ട ആവശ്യവും ഇല്ലായിരിക്കാം. പക്ഷേ ആ ഒരു വളരെ നമ്മൾ എൻജോയ് ചെയ്ത് പോകാനായിട്ട് എനിക്ക് ഒട്ടും തന്നെ പറ്റിയില്ല. കാരണം ഞങ്ങളുടെ കൂടെ ആകെ ഉള്ളത് എൻ്റെ മോൻ മാത്രമാണ്, ബാക്കി എല്ലാ ലേഡീസാണ്. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ പെൺകുഞ്ഞുങ്ങളും ഒക്കെ നമ്മളെ കൂടെ ഉള്ളതാണ്. ഒരു വല്ലാത്ത ഭയം എൻ്റെ മനസ്സിൽ. അപ്പോൾ അത് ഞാൻ മറ്റുള്ളവരോടൊക്കെ ഇവിടെ വന്നതിന് ശേഷമാണ് ഷെയർ ചെയ്തത്. അത്രയും ഭാഗം ഞാൻ വളരെ മറ്റൊരു വണ്ടി നമ്മുടെ മുന്നിലോ പുറകിലോ ഒക്കെ കാണുന്നത് വരെ, ഹെയർ പിൻ കയറി തീരുന്നത് വരെയും നൈറ്റ് ആയതുകൊണ്ടും ഞാൻ വളരെയധികം പ്രാർത്ഥിച്ചുകൊണ്ടാണ് നമുക്ക് ഒരു കുഴപ്പവും വരുത്താതെ എത്തിക്കണം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ആ വണ്ടിക്കകത്തിരുന്നത്. ആ ദിവസങ്ങളെന്ന് പറയുന്നത് ഒരിക്കലും, ആ മണിക്കൂറുകൾ, ദിവസങ്ങളല്ല, ആ സമയമെന്ന് പറയുന്നത് ഇപ്പോഴും എൻ്റെ മനസ്സിലൊരു ഭയം നിലനിർത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത്, ഏത് യാത്രയ്ക്ക് നമ്മൾ പോകുമ്പോഴും നമ്മൾ ലേഡീസൊക്കെ ഒറ്റയ്ക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഒരു നൈറ്റ് എത്തുന്നതിന് മുന്നേ തന്നെ ആ ഡെസ്റ്റിനേഷൻ റീച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ അതും അല്ലെന്നുണ്ടെങ്കിൽ ഞാനും പോകുന്നതിന് മുന്നേ എല്ലാം അതിനെക്കുറിച്ച് ഐഡിയ ഒക്കെ എടുക്കുന്നതാണ്. ഞങ്ങളുടെ യാത്ര മിക്കവാറും ട്രിവാൻഡ്രത്ത് നിന്നാണല്ലോ ഉണ്ടാവുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ മലപ്പുറത്ത് പോയിട്ട് അവിടെ നിന്ന് കയറിയത് കൊണ്ടാണ് ആ വഴിയെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്കൊന്നും തന്നെ ഇതിനു മുമ്പ് ട്രാവൽ ചെയ്തിട്ടില്ലാത്ത ഒരു വഴി കൂടിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കറിയാൻ കഴിയാത്തത്. അപ്പോൾ ഇതാരെയും ഭയപ്പെടുത്താനോ അങ്ങനെയല്ല, എനിക്ക് തോന്നിയ ഒരു അനുഭവം ഞാൻ പങ്കുവച്ചു എന്ന് മാത്രം. ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ഞങ്ങൾ സുരക്ഷിതരായി തന്നെ ഹെയർ പിൻസ് മുഴുവൻ കയറി എത്തുകയും ചെയ്തു. പക്ഷേ എന്നാലും ആ ഒരു ഭയം ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഓരോ യാത്രയ്ക്ക് പോകുന്നതിന് മുന്നേയും ഞാനും ആ പോകുന്ന സ്ഥലത്തിനെക്കുറിച്ച് നല്ല രീതിയിൽ പഠിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോകുന്നതിന് മുന്നേ നന്നായി പഠിക്കുക. പിന്നെ ഗൂഗിൾ കാണിക്കുന്ന ചില വഴികളൊക്കെ ചിലപ്പം നമുക്കറിയാൻ കഴിയില്ല എങ്ങനത്തെ വഴികളാണെന്നുള്ളത്. അപ്പോൾ റിമോട്ട് പ്ലേസസ് ഉണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള അങ്ങനെയൊക്കെ പാസ് ചെയ്ത് പോകുന്നത് ഏത് സമയത്തായിരിക്കും നമ്മുടെ വണ്ടി അവിടെ എത്തുക അവിടെ പാസ് ചെയ്ത് പോവുക എന്നൊക്കെ ഉള്ളത് നമ്മൾ മുൻകൂർ ധാരണയുണ്ടായിരിക്കണം. എപ്പോഴും യാത്ര ചെയ്യുന്നതിന് മുന്നേ ഉള്ള പ്രിക്കോഷൻസ് എല്ലാം നമ്മൾ എടുത്തിരിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്ത വ്ളോഗിലൂടെ കാണാം കേട്ടോ ഫ്രണ്ട്സ്.